ഇക്കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയെ എല്ലാവരും ഭയങ്കരമായിട്ട് ട്രോളുന്നത് കണ്ടു. അദ്ദേഹം ഒരു എം പിയാണ്, ജനപ്രതിനിധിയാണ്. ഇതൊക്കെ മാറ്റിവെച്ചാൽ ഈ വിഷയം ഉണ്ടായിരിക്കുന്നത് ആലിൻ എന്ന് പറയുന്ന കുഞ്ഞിൻ്റെ അവയവദാനവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രായം കുറഞ്ഞ അവയവ ദാതാവായി മാറിയിട്ടാണ് ആ പൊന്നുമോൾ പോയത് എന്നുള്ളതാണ്. അപ്പോൾ ആ പൊന്നുമോളെ കാണാൻ വേണ്ടിയിട്ട് സുരേഷ് ഗോപി അവിടെ ചെല്ലുകയാണ്. അതിനെയാണ് എല്ലാവരും എടുത്തിട്ട് ട്രോൾ ചെയ്ത്. തീർത്തും നിഷ്കരുണമായിട്ടുള്ള ശരിക്കും പ്രവൃത്തിയല്ലേ ഇത്? പറയുകയാണെങ്കിലുണ്ടല്ലോ, സുരേഷ് ഗോപി എന്ന് പറയുകയാണെങ്കിൽ ആദ്യം അദ്ദേഹം ഒരു അച്ഛനാണ്. അതെ. പിന്നെ അദ്ദേഹം ഭർത്താവ് പോലും ആകുന്നുള്ളൂ എന്നതാണ് സത്യം പറയുകയാണെങ്കിൽ. എനിക്ക് കുറച്ച് വർഷങ്ങളായിട്ട് അദ്ദേഹത്തെ അറിയാം. അദ്ദേഹം വന്നിട്ട് ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു ടി വിയിൽ. അദ്ദേഹം വന്നിട്ട് ആ കുഞ്ഞിൻ്റെ ഇങ്ങനെ ഉമ്മ കൊടുക്കുവാണ്. അദ്ദേഹത്തിൻ്റെ സ്വന്തം പൊന്നും മകൾ 2 വയസ്സൊക്കെ ഉള്ളൂ എന്ന് തോന്നുന്നു ലക്ഷ്മി മരിക്കുമ്പോഴല്ലേ. ഈ കുഞ്ഞിനാണെങ്കിൽ 10 മാസം. ആ അച്ഛൻ്റെ ഹൃദയവേദനയാണ് അദ്ദേഹം കാണിച്ചത്. അതെ. എന്നാൽ അവിടെ പരസ്യമായി കരയുകയോ അങ്ങനെ ഒരു സീൻ ഉണ്ടാക്കുകയോ ചെയ്തില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ മുഖത്ത് അന്ന് കണ്ട ആ ഭാവം എന്ന് പറയുകയാണെങ്കിൽ അത് അഭിനയമോ കാര്യങ്ങളോ ഒന്നുമല്ല. ഒരു അച്ഛൻ സ്വന്തം മകൾക്ക് യാത്ര കൊടുത്തപ്പോൾ അനുഭവിച്ച വേദനയാണ് അദ്ദേഹത്തിൻ്റെ മുഖത്ത് കണ്ടത്. ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. അതെ, ആ അത് എത്ര ആ, അതിന് ഹൃദയഭേദകമായിട്ടുള്ള ഒരു എന്തെത്ര കാഴ്ചയാണ്. ട്രോളാനായിട്ടുള്ളത് എനിക്ക് അവിടെ മനസ്സിലായി. രാഷ്ട്രീയം കാണിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. എത്ര എന്ത് മോശമായ രാഷ്ട്രീയം! കാര്യം. അദ്ദേഹം എവിടുന്നോ ഓടി വന്നാണ് ഈ കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട്. കാരണം കുഞ്ഞെല്ലാം അത് തീരുമാനം എടുത്തത് ആ കുഞ്ഞല്ലെങ്കിലും ആ അച്ഛനും അമ്മയും സ്വന്തം അച്ചാച്ചൻ്റെ, അതായത് അതെ. കുഞ്ഞൻ്റെ അച്ഛൻ അദ്ദേഹത്തിൻ്റെ അച്ഛനെ വിളിച്ചു ചോദിച്ചു. എല്ലാവരും സമ്മതത്തോടു കൂടി അവൾ 4 കുഞ്ഞുങ്ങൾക്ക് ജീവൻ കൊടുക്കാണ്. അപ്പോൾ ഓരോരുത്തർ വരുന്നുണ്ട്. ഒരു കുട്ടിയുടെ അപ്പൂപ്പൻ വന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ കുഞ്ഞുമോൾക്ക് യാത്ര കൊടുക്കാൻ വേണ്ടി, യാത്ര മൊഴി ചൊല്ലാൻ വേണ്ടി ഞാൻ വന്നതാണ്. അങ്ങനെ ഓരോ അച്ഛനമ്മമാരും ഹൃദയത്തിലേക്ക് ആ കുഞ്ഞിനെ ഏറ്റ് കഴിഞ്ഞു. അതുപോലെ നമ്മളുടെ പിണറായി സഖാവ് പറയുന്നുണ്ട്, ഒരു അവയവദാന ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഈ കുഞ്ഞിൻ്റെ പേര് നൽകുമെന്ന് പറയുന്നുണ്ട്. കേരളം അദ്ദേഹത്തിന് ആ കുഞ്ഞിന് യാത്രാമൊഴി കൊടുത്തത് ഏറ്റവും വലിയ ഗവൺമെൻറ് ഓണറോട് കൂടി ഇതെല്ലാം അതെ. ഇതായിട്ടാണ് കൊടുത്തത്. ഔദ്യോഗിക ഔദ്യോഗിക ബഹുമതികളാണ്. ബഹുമതികളോട് കൂടിയാണ് കൊടുത്തത്. അങ്ങനെ ഇരിക്കുന്ന ഒരു സന്ദർഭത്തിൽ സുരേഷ് ഗോപി ഹൃദയം അറിഞ്ഞ് അവിടെ ഓടിയെത്തുകയാണ് ചെയ്തത്. അത് മാത്രമേ എനിക്ക് പറയാം. എല്ലാത്തിനും ലിമിറ്റുണ്ട് പ്രജിത. അത് കഴിഞ്ഞാൽ എന്തും ബോറാവും. ഒരു മനുഷ്യൻ എന്ത് നന്മ ചെയ്താലും അതിലൊക്കെ കുറ്റം കാണുവാൻ വേണ്ടി ഇങ്ങനെ സൂക്ഷ്മദർശിനി വച്ച് നിൽക്കുന്ന കുറേ പേരുണ്ട്. ഇവരെയൊക്കെ നമ്മൾ എന്ത് പേര് പറഞ്ഞാണ് വിളിക്കേണ്ടത്? സുരേഷ് ഗോപിയുടെ ആ മകൾ മരിച്ചതിന് ശേഷം ആ കുഞ്ഞിൻ്റെ പേരിൽ ഒരു ട്രസ്റ്റ് തുടങ്ങി എന്തുമാത്രം കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്യുന്നത്. അദ്ദേഹത്തിന് ഒരു മകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും സ്വന്തം മകളായിട്ടാണ് അദ്ദേഹം കാണുന്നത്. അവരെ കാണുമ്പോൾ ഓമനിക്കുന്നതും അവരെ കാണുമ്പോൾ എടുക്കുന്നതും ഒക്കെ എൻ്റെ കണ്ണാലെ ഞാൻ കാണുന്നതാണ്. അദ്ദേഹത്തിൻ്റെ മുഖം അപ്പോൾ മാറും കേട്ടോ. ഇപ്പം നമ്മളൊരു വലിയ ചർച്ചയിൽ എന്തെങ്കിലും അയക്കുമ്പോഴേക്കും ഒരു കുഞ്ഞു വാവയെ കാണുന്നത്, അതിനെ എടുത്ത് അങ്ങോട്ട് ഒക്കത്തെടുത്തി കഴിഞ്ഞാൽ പിന്നെ അച്ഛനായി. ആ നഷ്ടപ്പെട്ട ലക്ഷ്മിയാണ് അദ്ദേഹം ഓരോ കുഞ്ഞിലും കാണുന്നത്. അത് മനസ്സിലാക്കാതെ അതിലൊക്കെ ഒരു രാഷ്ട്രീയം കാണുക എന്ന് പറഞ്ഞാൽ, ഞാൻ ഇത്തിരി ഇമോഷണലായി, സാരില്ല. അതിലൊക്കെ രാഷ്ട്രീയം കാണുക എന്ന് പറഞ്ഞാൽ ഒരു പരിധിയുണ്ട്. എല്ലാം കഴിഞ്ഞാൽ എല്ലാം ബോറാവും. ആളുകൾക്ക് പോലും ഇതൊന്നും കാണാൻ താല്പര്യമില്ല. ഇവർ കാണിക്കുന്ന ട്രോളുകളോ അല്ലെങ്കിൽ ഇവർ പടച്ചു വിടുന്ന കാര്യങ്ങളോ ഒന്നും കേൾക്കാനായിട്ട് ആൾക്കാർക്ക് പറ്റില്ല. എത്രയോ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ട അച്ഛനമ്മമാരുണ്ട്. അവർക്ക് ഓരോരുത്തർക്കും ആ സമയത്ത് അവിടെ എത്താൻ പറ്റിയിട്ടുണ്ടാവില്ല. അവരെ എല്ലാവരുടെയും പ്രതിനിധിയായിട്ട് അവർ മനസ്സിലപ്പോൾ സുരേഷ് ഗോപിയെ കണ്ടിട്ടുണ്ടാവും. അദ്ദേഹം പറയുകയാണ്, ആ ആര്യമോളിന് ദൈവമാണ്. അതെ. കാരണം ആ കുഞ്ഞിലൂടെ എത്ര പേർക്ക് അതൊരു വലിയ അദ്ദേഹത്തിന്റെ, ഇപ്പം മാം പറഞ്ഞല്ലോ, ലക്ഷ്മി എന്ന് പറയുന്ന മകളുടെ വിയോഗം അദ്ദേഹത്തിന് ഇന്നും അത് പറയുമ്പോൾ പല ഇന്റർവ്യൂസിലും നമ്മൾ ശ്രദ്ധിച്ചു കാണാം, ഇന്നും അദ്ദേഹത്തിന്റെ കണ്ണ് നിറയും. അത്രത്തോളം മക്കളോട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള എൻ്റെ ഒരു മകൾ അച്ഛൻ. മരിക്കുമ്പോൾ 10 ദിവസമേ ഉള്ളൂ. ഞാനിപ്പോൾ ആ ആലിൻ്റെ കാര്യം പറയുമ്പോൾ എൻ്റെ മോളെ പറ്റി, ശ്രീലക്ഷ്മിയെ പറ്റി, അവളുടെ പേരും ശ്രീലക്ഷ്മി എന്നിടുന്നാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത്. എൻ്റെ കണ്ണ് നിറഞ്ഞത് അത് അങ്ങനെ ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ടവർക്ക് മാത്രമേ അതിൻ്റെ വിഷമം മനസ്സിലാവുള്ളൂ. ട്രോളാനുള്ളവർക്ക് ഒരു ഇൻസിഡൻറ്റ് മാത്രം. പക്ഷേ അദ്ദേഹം അവിടെ ഓടിയെത്തിയത് ആ കുഞ്ഞിനെ കാണാനാണെങ്കിലും ആ കണ്ണാടിക്കൂടിൻ്റെ ഉള്ളിൽ നിന്ന് തൻ്റെ ഹൃദയവേദന, ആ ഹൃദയത്തിലുള്ള സ്നേഹം കുഞ്ഞിനും തൻ്റെ വേദന കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ അമ്മ ഇരിക്കുന്ന കാണണമായിരുന്നു കേട്ടോ. ഇപ്പോൾ സാന്ദർഭികമായിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ. അഭിമന്യു മരിച്ചപ്പോൾ എൻ്റെ കണ്ണീന്ന് പോകാത്തൊരു കാഴ്ചയുണ്ട്. പച്ച
സ്വെറ്റർ ഇട്ടിട്ടാണ് അവിടെ നിന്ന് വരികയാണല്ലോ. അമ്മ വന്ന് മഹാരാജാസ് ഓഡിറ്റോറിയത്തിൽ അഭിമന്യുവിൻ്റെ ശരീരം കിടക്കുമ്പോൾ ഞാൻ നൊന്തും പെറ്റ പൊന്നും മകനെ എന്ന് പറഞ്ഞാണ് അവർ കരഞ്ഞുകൊണ്ടിരുന്നിരുന്നത്. നമ്മളൊക്കെ അങ്ങനെ പറയില്ല, അവർ ആ നാടിൻ്റെ ഒരു ശൈലിയിൽ പറഞ്ഞാണ്. അതെൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ട് ഞാൻ നൊന്തു പെറ്റ പൊന്നു മകനെ എന്ന് പറഞ്ഞാൽ കരഞ്ഞിരുന്നത്. ആലിൻ്റെ അമ്മ നൊന്തു പെറ്റതല്ലേ ആ കുഞ്ഞിനെ. ഇപ്പോൾ രാധികയാണെങ്കിൽ പോലും സുരേഷ് ഗോപിയുടെ വൈഫ് കുഞ്ഞിനെ നൊന്തു പെറ്റതല്ലേ. ആ അമ്മമാർക്കും അതോടൊപ്പം തന്നെ കുഞ്ഞിനെ ആദ്യമായിട്ട് കയ്യിൽ ഏറ്റുവാങ്ങുന്ന അച്ഛന്മാരും അപ്പോൾ അനുഭവിക്കുന്ന സന്തോഷം, മരണത്തിലൂടെ അത് വേദനയായി മാറുമ്പോൾ നമ്മൾ മരിച്ചാൽ മാത്രമേ അത് മണ്ണടിയുള്ളൂ. അത് മനസ്സിലാക്കണമെങ്കിൽ ഒരു കുഞ്ഞിൻ്റെ നഷ്ടം നമ്മൾ അനുഭവിക്കണം. അതിനു വേണ്ടി നിങ്ങളുടെയൊക്കെ കുഞ്ഞുങ്ങൾ മരിക്കണം എന്നല്ല ഞങ്ങൾ പറയുന്നത്. ആ മനുഷ്യൻ്റെ ഹൃദയവേദന ആലിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും വേദനയ്ക്കൊപ്പം തന്നെയാണ്. അത് നമ്മൾ മനസ്സിലാക്കാണ്ട് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ളതിനേക്കാൾ ചില സമയങ്ങളിൽ നമ്മൾ അവരെ മനുഷ്യനായിട്ട് കാണേണ്ട സാഹചര്യങ്ങളുണ്ടല്ലോ. അതായത് ഓരോരുത്തർക്കും പലപ്പോഴും ഈ സോഷ്യൽ മീഡിയ വളരെ ക്രൂരമായിട്ട് ഞാനൊരു കാര്യം പറയട്ടെ, അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനല്ലായിരുന്നെങ്കിൽ പോലും, ഒരു സിനിമാ താരമായി തുടരുകയായിരുന്നെങ്കിൽ പോലും ഈ കാര്യം കേട്ട് അദ്ദേഹം ഏത് സെറ്റിൽ നിന്നാണെങ്കിലും ഓടിയെത്തുമായിരുന്നു എന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സ് ഒരു അച്ഛൻ്റെ മനസ്സാണ്. ആദ്യം അദ്ദേഹത്തിൻ്റെ പെങ്ങളുടെ കുട്ടിയെ പോലും അദ്ദേഹം സ്വന്തം കുടുംബത്തിലേക്ക് ചേർത്താണ് വളർത്തിക്കൊണ്ട് വരുന്നത്. അങ്ങനെ ഒരു അച്ഛൻ മനസ്സുള്ള ആൾക്ക് അമ്മ മനസ്സ് പൊന്നു മനസ്സെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കും. പക്ഷെ അച്ഛൻ്റെ മനസ്സ് ഒരു വലിയ മനസ്സ് തന്നെയാണ്. കാരണം അവർക്ക് കരയാൻ പറ്റില്ല. സ്വന്തം കുഞ്ഞാണെങ്കിൽ പോലും അമ്മയ്ക്ക് ഇട്ടോ റോന്നും പറഞ്ഞ് നെഞ്ചിട്ടടിച്ച് കരയാം. പക്ഷെ അച്ഛന്മാർ വേണം അമ്മമാർക്കും കൂടെ സ്വാതന്ത്ര്യം കൊടുക്കാൻ. അതുകൊണ്ട് ഹൃദയത്തിൽ ഒതുക്കി പിടിച്ച് ബാത്റൂമിൽ കയറി നിന്ന് അവർ കരയും. എനിക്ക് എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം. കാരണം തളർന്നു പോണത് ഭാര്യ അറിയാൻ പാടില്ലല്ലോ. നമ്മൾ കാണുന്നുണ്ട് ആലിൻ്റെ അമ്മ ഭർത്താവിൻ്റെ തോളത്ത് കിടന്ന് കരയുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അദ്ദേഹം ആരുടെ തോളത്തേക്കാണ് ആ സമയത്ത് വീഴുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് പൊട്ടി വരുന്ന വികാരത്തിനെ അദ്ദേഹത്തിന് പ്രദർശിപ്പിക്കാൻ പോലും നമ്മളുടെ സമൂഹം പുരുഷന്മാർക്ക് ഒരു അനുവാദം കൊടുത്തിട്ടില്ല. കരഞ്ഞാലോ കരയുന്നു, 2 തുള്ളി കണ്ണുനീര് വരാന്നല്ലാണ്ട് നമ്മളെപ്പോലെ അത് കാണിക്കാൻ പറ്റുന്നില്ല. സുരേഷ് ഗോപി അന്ന് അവിടെ വന്ന് കാണിച്ചത് ഒന്നും അഭിനയമല്ല. അദ്ദേഹം ആ കൊടുത്ത ഒരു ഉമ്മയുണ്ടല്ലോ, അതിന് ലോകത്തുള്ള എല്ലാ അച്ഛന്മാരുടെയും സ്നേഹമാണ് അന്ന് അദ്ദേഹം ആലിനെ പകർന്ന്, ആ കുഞ്ഞു കുഞ്ഞിന് പകർന്നു നൽകിയത് ലോകത്തുള്ള എല്ലാ അച്ഛന്മാരുടെയും സ്നേഹമാണെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. ഇദ്ദേഹത്തിനെതിരെ ആ വിഷയത്തിൽ ട്രോൾ ഇറക്കിയ ആൾക്കാർക്കൊക്കെ മനുഷ്യത്വമല്ല, ഞാൻ പറയുകയാണെങ്കിൽ ദൈവം കൊടുത്തോളുന്ന്. കാരണം അത്രയ്ക്ക് പോലും ഒരു മനുഷ്യൻ്റെ മനുഷ്യ സഹജമായ വികാരങ്ങളെ ട്രോളിനുള്ളൊരു ഉപാധിയാക്കിയിട്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇകഴ്ത്തി കാണിക്കാനുള്ള ഒരു കാര്യമായിട്ട് കാണുന്ന ആൾക്കാർക്ക് നീച മനസ്സാണ്, നികൃഷ്ട മനസ്സാണ് എന്ന് പറയേണ്ടി വരും അല്ലേ? അതെ. ഇത്രയൊക്കെ ഒരു വിഷയത്തിലേക്ക്, ഇത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വിഷയം, ആ വിഷയമൊക്കെ എടുത്ത് കൈകാര്യം ചെയ്യുമ്പോൾ ഈ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് തലയ്ക്ക് വെളിവില്ലേ എന്ന് തോന്നിപ്പോകുന്നില്ല. ഞാനിപ്പോൾ ആലോചിക്കുകയായിരുന്നു, ശരിക്കും പറയുകയാണെങ്കിൽ ആലിന് സുരേഷ് ഗോപിജിയുടെ ചെറുമകളുടെ പ്രായമേ ഉള്ളൂ അല്ലേ? ആ പെൺകുട്ടിക്ക് 28, കുറച്ച് വയസ്സ്, 30 വയസ്സ് താഴെ ഉള്ളൂ. അങ്ങനെ നോക്കുകയാണെങ്കിൽ സുരേഷ് ഗോപിയുടെ ചെറുമകളുടെ പ്രായമേ ഉള്ളൂ. അച്ഛൻ്റെ അല്ല, മുത്തശ്ശൻ്റെ വാത്സല്യമാണ് കൊടുത്തത്. അദ്ദേഹത്തിൻ്റെ ആലിൻ്റെ മുത്തശ്ശൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞ ഓരോ കാര്യവും നമ്മൾ കേരള ജനത ഹൃദയത്തോട് ചേർന്നാണ് കേട്ടത്. അതുപോലെ തന്നെയല്ലേ സുരേഷ് ഗോപി തിരുവനന്തപുരത്ത് ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കുന്ന ആലിൻ്റെ അവയവം ലഭിച്ച കുഞ്ഞിൻ്റെ മുത്തശ്ശൻ ഓടി വന്നപ്പോൾ അതൊരു വലിയൊരു കാര്യം. പക്ഷെ അതേ വേദനയോടുകൂടി ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ട ഒരു മാന്യ വ്യക്തി വരുമ്പോൾ അദ്ദേഹം ഒരു പൊളിറ്റീഷ്യനായി, അതും BJPയുടെ പൊളിറ്റീഷ്യനാണ്. രാഷ്ട്രീയമാണ്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അദ്ദേഹം ഇപ്പോൾ ഒരു കോൺഗ്രസിൻ്റെ പ്രവർത്തകനോ CPMൻ്റെ പ്രവർത്തകനോ, നമ്മുടെ മുഖ്യമന്ത്രി ചെന്നല്ലോ, ട്രോളൊന്നും വന്നില്ലല്ലോ അതിൽ. മുഖ്യമന്ത്രിയും ചെന്നല്ലോ, അദ്ദേഹവും പേരക്കുട്ടിയുടെ പ്രായം തന്നെയാണ് അദ്ദേഹത്തിനുള്ളത്, അതിൽ ട്രോൾ വന്നില്ലല്ലോ. BJP പ്രവർത്തകനും ഒരു BJPയുടെ MP-യും മന്ത്രിയുമാണ് എന്നുള്ള കാരണം കൊണ്ട് തന്നെയാണ് ഈ ഉള്ള നമ്മളുടെ സോഷ്യൽ മീഡിയ എന്ന് പറയില്ല, സോഷ്യൽ അല്ലാത്ത മീഡിയ,
സോഷ്യൽ അല്ലാത്ത ആൾക്കാരെ തേജോവധം ചെയ്യുവാൻ വേണ്ടി മാത്രം സ്വന്തം എഴുതാനുള്ള കഴിവിനെ അല്ലെങ്കിൽ സ്വന്തം റീച്ചിനെ കൂട്ടുവാൻ വേണ്ടി ഇവർ കാണിക്കുന്ന ത്വരയായിട്ട് തന്നെ നമുക്ക് കാണേണ്ടി വരും. സുരേഷ് ഗോപിയെ പോലെ മനുഷ്യപ്പറ്റുള്ള മനുഷ്യൻ്റെ മനസ്സ് മനസ്സിലാക്കുന്ന ആളുകളെയാണ് നമ്മൾക്ക് ജനപ്രതിനിധികളായിട്ടും മന്ത്രിമാരായിട്ടും വേണ്ടത്. എനിക്ക് അവിടെ പോകാൻ പറ്റിയില്ല, പക്ഷെ സുരേഷ് ഗോപിജി അവിടെ വന്ന കുഞ്ഞിന് മുത്തം കൊടുക്കുന്ന കണ്ടപ്പോൾ എൻ്റെ മനസ്സ് നിറഞ്ഞു. എനിക്കും കൂടെ വേണ്ടി. അങ്ങനെ വിചാരിച്ച ധാരാളം പേര് കേരളത്തിൽ മാത്രമല്ല വേറെ സംസ്ഥാനങ്ങളിലും ഭൂഖണ്ഡങ്ങളിലും എല്ലായിടത്തും തന്നെ ഉണ്ടാവും. അത് കണ്ടിട്ട് ഒരു നല്ല മനുഷ്യൻ വന്ന് ആ സ്വന്തമല്ലാത്തൊരു കുഞ്ഞിനെ വേണ്ടി ആദരവ് അർപ്പിച്ചു. മുഖ്യമന്ത്രി എപ്പോഴാണ് വന്നേ? പിറ്റേ ദിവസമല്ലേ വന്നേ? ആ കുഞ്ഞിൻ്റെ മൃതദേഹം കാണാൻ വന്നില്ലല്ലോ, അതിനൊരു അന്ത്യചുംബനം കൊടുക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രി വന്നില്ലല്ലോ. അപ്പം അതാണ് CPM-ഉം BJP-യും തമ്മിലുള്ള വ്യത്യാസം. BJP മനസ്സറിഞ്ഞ് ജനങ്ങളോടൊപ്പം നിൽക്കുന്നു. അവരുടെ എല്ലാ സങ്കടങ്ങളിലും സ്വന്തമാണെന്ന് വിചാരിച്ച് സ്വന്തം സങ്കടമായി കണ്ട് അവിടെ വരുന്നു, അവർക്ക് വേണ്ട ആശ്വാസം കൊടുക്കുന്നു, നമ്മളുടെ ദുഃഖം അവരെ അറിയിക്കുന്നു. ഇപ്പോൾ സുരേഷ് ഗോപി ഞാൻ മനസ്സിലാക്കുന്നു അവിടെ ഉണ്ടായിരുന്നതല്ല, അദ്ദേഹം ഓടി വരുവാണ് ചെയ്തത്. എവിടെയോ ഈ സംഭവം കേട്ടിട്ട് എവിടെ ഇരിക്കുമായിരുന്നു, ഓടി വന്നിട്ട് അദ്ദേഹം ആ കുഞ്ഞിനെ കൊടുക്കുന്ന മുത്തൻ്റെ പ്രജിത ഇപ്പോഴെങ്ങും എൻ്റെ കണ്ണിൽ നിന്ന് പോകുന്നില്ല. അപ്പോൾ സുരേഷ് ഗോപി എന്നുള്ള വ്യക്തിയെ നമ്മൾ മനസ്സിലാക്കണം, കുഞ്ഞ് നഷ്ടപ്പെട്ട അച്ഛനെ മനസ്സിലാക്കണം, രാഷ്ട്രീയക്കാരനെ മാറ്റി നിർത്തൂ, അഭിനേതാവിനെ മാറ്റി നിർത്തൂ. അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്, മനുഷ്യ സ്നേഹിയാണ്. സ്വന്തം ചെറുമകളെ കാണാൻ വേണ്ടി സ്വന്തം മകനെയും മകളെയും പോലെ ആലിൻ്റെ അച്ഛനെയും അമ്മയുടെയും ചേർത്ത് പിടിച്ച അദ്ദേഹത്തിൻ്റെ മനുഷ്യത്വമാണ് ഞാൻ അവിടെ കണ്ടത്.